കേരളത്തിലെ യുവതീ യുവാക്കളെ ബ്യൂട്ടി ടിപ്സും ഹെൽത്ത് ടിപ്സും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജാസ്മിൻ ജാഫറുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ. ബിഗ് ബോസിൽ വന്ന പിന്നെ ഫുള്ള് കണ്ടകശനിയാണല്ലോ. ഇന്ന് രാവിലെ തന്നെ ബാത്റൂമിൽ ചെരുപ്പിടാണ്ട് പോയിട്ട് അതേ കാലുകൊണ്ട് വന്ന് സോഫയിലിരുന്നതിന് വലിയൊരു ഭൂകമ്പം ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ബ്യൂട്ടി വ്ളോഗർ കാണിക്കുന്നതെല്ലാം കണ്ട് അതെല്ലാം അവരുടെ പേഴ്സണൽ ലൈഫിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമാണെന്ന് വിചാരിച്ച് അവരുടെ പുറകെ പോകുന്നവരോടാണ്. ഇതാണ് ഇവരുടെ അവസ്ഥ. എല്ലാം ഒരു അരിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്, അല്ലാതെ ഒന്നും നമ്മളെ നന്നാക്കാനോ അല്ലെങ്കിൽ അവർ നല്ലതാണ് എന്ന് കാണിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല. ഉദാഹരണത്തിന്, പുള്ളിക്കാരത്തി കുളിക്കാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അതേ കുളീനെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചെല്ലാം വന്ന് നമ്മളോട് വാതോരാതെ സംസാരിക്കുന്ന ഒരാളാണ് എന്ന് ഉള്ളിടത്താണ് ഒരു വിരോധാഭാസമുള്ളത്. അതേപോലെ തന്നെ തുമ്മിയ ചായ, നല്ല തുമ്മലോട് കൂടിയ ചായ കൊടുക്കുക, നമ്മുടെ മൂക്കള തോണ്ടി കാണുന്നിടത്തെല്ലാം ഉരച്ച് വെക്കുക. ബ്യൂട്ടി ടിപ്സ് ആൻഡ് ഹെൽത്ത് ടിപ്സാണ്. ബിഗ് ബോസിൽ ചെന്നതിന് ശേഷവും ഇതാണ് ടിപ്സ്. പിന്നെ ജിൻഡോ കഴിഞ്ഞ ദിവസം എന്തോ വളി വിട്ടു എന്നോ എന്തെല്ലാം പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും അധികം എടുത്ത് പൊക്കിപ്പിടിച്ച് വരുന്നത് കണ്ടില്ല. പിന്നെ ജിൻഡോൻ്റെ വളി എന്ന് പറയുന്നത് ചിലപ്പോൾ അത്ര ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം ആരും അത് വലിയൊരു പ്രശ്നമാക്കാതിരുന്നത്. ജാസ്മിൻ ഏതായാലും അത് ചെയ്യാതിരുന്നത് നന്നായി, ഇല്ലെങ്കിൽ അതും കൂടി എടുത്ത് നാട്ടുകാർ പൊങ്കാല ഇട്ടേനെ.